നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. തികച്ചും സന്തോഷകരമായ കുറച്ച് വാർത്തകളും അതേപോലുള്ള കുറച്ച് ഫീച്ചേർഡ് ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ചിരകാല മോഹമാണ്, അല്ലെങ്കിൽ നമ്മൾ കുറേ കാലമായി കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ് NH-66ൻ്റെയും NH-866ൻ്റെയും വികസനം എന്ന് പറയുന്നത്. NH-66 മുക്കോല മുതൽ നമ്മുടെ കാരോട് വരെയുള്ള ഭാഗത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പ്രധാനമന്ത്രി 25-ന് തിരുവനന്തപുരത്ത് വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോഴത്തേക്കും അദ്ദേഹം നിർവഹിക്കും എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ NH-866ൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഒട്ടനവധി സംഗതികൾ ഇപ്പോൾ ഈ പറയുന്ന റോഡ് വികസനവുമായി ബന്ധപ്പെട്ടും പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണമാണ്. NH-866ൻ്റെയും NH-66ൻ്റെയും ഉദ്ഘാടനങ്ങളാണ്. ഇതിൽ NH-66ൻ്റെ മുക്കോല മുതൽ നമ്മുടെ കാരോട് വരെയുള്ള ഭാഗമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് പോകുന്നത്. പൂർണ്ണമായി കോൺക്രീറ്റിൽ നിർമ്മിച്ച പാതയാണ് ഇവിടെ ഉള്ളത്. ഇത് വരുമ്പോഴത്തേക്കും നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏകദേശമുള്ള 2 റീച്ചുകൾ പൂർത്തിയാകും. വളരെയധികം നാളുടെ പരിശ്രമ ഫലമായിട്ടാണ് നമുക്ക് ഈ റോഡ് യാഥാർത്ഥ്യമാകാൻ സാധിച്ചത്. ഒട്ടനവധി കടമ്പകൾ ഈ റോഡുമായി ബന്ധപ്പെട്ട് കടക്കേണ്ടി വരുന്നുണ്ട്. ഓൾ ടുഗദർ ഒരു പുതിയ റോഡാണിത്. നേരത്തെ ഉള്ള റോഡ് വികസിക്കുകയല്ല ഈ ഭാഗത്ത് ചെയ്തത്. നമ്മൾ പരിപൂർണമായിട്ടും പുതിയ റോഡ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. LNT ആണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി അവിടെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. നമുക്ക് വളരെ പെട്ടെന്ന് തമിഴ്നാടുമായിട്ട് ഉള്ള ഒരു കണക്ടിവിറ്റിയാണ് ഇതിലൂടെ വരുന്നത്. നമുക്ക് കമ്മ്യൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ യാത്രാ സൗകര്യങ്ങൾക്ക് കൂടാതെ നമുക്ക് ചരക്ക് ഗതാഗതങ്ങൾക്കും വളരെയധികം പ്രയോജനപ്പെടും. വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ ഈ റോഡ് ഉറപ്പായും ഒരു മുതൽക്കൂട്ട് തന്നെയാവും. അടുത്ത ഏറ്റവും പ്രധാന സംഗതി എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ എക്സ്പ്രസ് വേ ആയിട്ടുള്ള NH-866 ഇത് ഒരു ട്രിവാൻഡ്രം റിംഗ് റോഡ് എന്നും അറിയപ്പെടുന്നു. ഇത് റിംഗ് റോഡാണ്. നമ്മുടെ വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെ നീണ്ടു കിടക്കുന്ന ഏകദേശം 80ഓളം കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു പാതയാണ്. ഏകദേശം 8 സ്ഥലങ്ങളിൽ ഇതിന് കവാടങ്ങളുണ്ടാവും പുറത്തേക്ക് കടക്കാനായിട്ട്. ഇതും വളരെയധികം മുതൽക്കൂട്ടുണ്ടാവുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത്. വളരെയധികം, അതായത് നമ്മുടെ തിരുവനന്തപുരത്തെയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സംഗതിയാണ്. നമ്മൾ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ വളരെയധികം മികച്ച രീതിയിലുള്ള എക്സ്പ്രസ് വേകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലൂടെ വാഹനങ്ങൾ ചീറിപ്പായുന്ന കാണാനായിട്ട് സാധിക്കും. ചരക്ക് ഗതാഗതം, അതുപോലെ തന്നെ യാത്രാസുഖം, അതുപോലെ തന്നെ യാത്രയുടെ ആ ദൈർഘ്യം. ഞങ്ങൾ എപ്പോഴും പറയുന്നൊരു സംഗതിയുണ്ട്, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിനൊരു വിലയിടാൻ പറ്റാത്ത ഒരേ ഒരു സാധനം മാത്രമേ ഉള്ളൂ, അത് സമയമാണ്. സമയത്തിൻ്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കോടികളോ ലക്ഷങ്ങളോ അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് എന്നൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതിന് വാല്യൂ നമുക്ക് മതിപ്പിനും അപ്പുറമാണ് അതിൻ്റെ വാല്യൂ. നമുക്ക് ലക്ഷങ്ങളുടെ ഓരോ സെക്കൻഡിനും വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ സെക്കൻഡിനും അത്രയും വാല്യൂസ് ഉണ്ടെന്ന്. അതിലേക്കും ആണ് നമ്മൾ ഈ റോഡുകളുടെ വികസനത്തിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അടുത്ത ഘട്ടത്തിലേക്കുള്ള വികസനം എന്ന് പറയുന്നത്. നമ്മുടെ വിഴിഞ്ഞത്തിനോടനുബന്ധിച്ച് തന്നെയാണ് ഇതെല്ലാം വരുന്നത്. വിഴിഞ്ഞവുമായിട്ട് എല്ലാം ലിങ്ക്ഡ് തന്നെയാണ്. കാരണം വിഴിഞ്ഞം വരുമ്പോൾ നമുക്ക് അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ നമ്മൾ കടക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തും. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു കടമ്പ കടക്കേണ്ടതുമുള്ള കാര്യമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഇതുകൂടാതെ മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരുവനന്തപുരത്തുണ്ട് റോഡ് വികസനവുമായി ബന്ധപ്പെട്ട്. ഒന്ന് ഈഞ്ചക്കൽ മേൽപ്പാലം. അത് പണ്ടേ നമ്മൾ ചാക്ക മേൽപ്പാലം നിർമ്മിച്ചപ്പോഴേ അതിനപ്പുറത്തേക്ക് കൊണ്ട് ലാൻഡ് ചെയ്തിരുന്നെങ്കിൽ വേറെ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ ഈഞ്ചക്കൽ നല്ല രീതിയിലുള്ള ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു പുതിയ മേൽപ്പാലം വരുന്നുണ്ട്. നിർമ്മാണ ഉദ്ഘാടനമൊക്കെ പ്രഖ്യാപിക്കാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജംഗ്ഷനോ അല്ലെങ്കിൽ ഒരു റോഡോ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ അത് തിരുവല്ലം റോഡാണ്. തിരുവല്ലത്ത് അശാസ്ത്രീയമായ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വാഹനങ്ങൾ പോകുന്നത് കാണുന്നത്. അതിന് ഒരു പരിഹാരം വേണമെങ്കിൽ അവിടെ ഒരു മേൽപ്പാലം കൂടിയേ തീരത്തുള്ളൂ. അതിൻ്റെയും ഒരു ചിലപ്പോൾ ഒരു നിർമ്മാണ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. ഇതെല്ലാം സ്പെക്കുലേഷൻസാണ്. കുറേയൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്നാണ് നമുക്ക് ഫീച്ചേർഡ് ന്യൂസ് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 100% ഉറപ്പായിട്ടുള്ള വാർത്തകളുമുണ്ട്, എന്നാൽ സ്പെക്കുലേഷൻസ് ഉള്ള ന്യൂസുകളുണ്ട്. പക്ഷേ നമ്മൾ ഫീച്ചേർഡ് ന്യൂസ് ചെയ്യുമ്പോൾ അതെല്ലാം നമുക്ക് തന്നേ പറ്റത്തുള്ളൂ. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഉറപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ ദേശീയപാതയുടെ 866ൻ്റെ ഉദ്ഘാടനം TRRൻ്റെ ഉദ്ഘാടനത്തിന് ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസിന് നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അത് നമുക്കപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇനിയൊരു പ്രധാന കടമ്പ എന്ന് പറയുന്നത് കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിൻ്റെ നിർമ്മാണ അംഗീകാരമാണ് ഇനി വേണ്ടത്. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നേ തന്നെ. അതുപോലെ തന്നെ TRRുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ടെൻഡർ നടപടികളിലേക്ക് കടന്ന് ജൂണിൽ തന്നെ നിർമ്മാണം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. 24 വില്ലേജുകളിലൂടെയാണ്
നമ്മുടെ TRR കടന്നു പോകുന്നത്. ഇതിൽ വാമനപുരം ഒഴികെയുള്ള എല്ലാ വില്ലേജുകളുടെയും സർവേ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞു. വാമനപുരത്ത് നടത്താത്ത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റീസർവേയുടെ ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ പെൻഡിങ്ങിൽ കിടക്കുന്നത്. ഉടനെ തന്നെ സ്ഥലം ഏറ്റെടുക്കാനുള്ള 3G വിജ്ഞാപനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കുളത്തുമ്മൽ, ബാലരാമപുരം, പള്ളിച്ചൽ, മാണിക്കൽ, പുല്ലമ്പാറ വില്ലേജുകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള 3D വിജ്ഞാപനം പുറപ്പെടുവിച്ചതായി ദേശീയപാത നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതുകൂടാതെ വെങ്ങാനൂർ, വിളപ്പിൽ വില്ലേജുകളിലേക്കുള്ള 3D വിജ്ഞാപനം ഉടനെ തന്നെ ഇറങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് തുടക്കത്തിൽ റിംഗ് റോഡിൻ്റെ ഇനിഷ്യൽ ഫേസിൽ എത്രയാണ് ഭൂമി ഏറ്റെടുക്കുന്നത് നോക്കുക. 75 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. ഏകദേശം 7ഓളം വില്ലേജുകൾ ഇതിൽ ഉൾപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ഏപ്രിൽ 24 ശേഷം ആരംഭിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. TRR എന്ന് പറയുന്നത് 45 മീറ്റർ വൈഡായിട്ട് സർവീസ് റോഡ് കൂടിയ ഉള്ള പാതയാണ് ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്നത്. നാവായിക്കുളം തേക്കട 29.25 കിലോമീറ്റർ, തേക്കട വിഴിഞ്ഞ 33.4 കിലോമീറ്റർ എന്നിങ്ങനെ 2 റീച്ചുകളിലായിട്ടാണ് നിർമ്മാണം നിർവഹിക്കാൻ പോകുന്നത്. ഇതിൽ മംഗലപുരം തേക്കട റീച്ച് ഒഴിവാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആദ്യ റീച്ചിന് 1478.31 കോടിയും രണ്ടാമത്തെ റീച്ചിന് 1489.12 കോടിയുമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. മെയ് മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ടെൻഡർ വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ മറ്റ് ഭൂമി ഏറ്റെടുക്കലിനും മറ്റുമായിട്ട് മറ്റു കാര്യങ്ങൾക്കും എല്ലാം കൂടി 3000 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇനി മുഴുവനായിട്ട് ടോട്ടലായിട്ടും ഏകദേശം 295 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക. ഇനി മറ്റൊരു പ്രധാന സംഗതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെല്ലാവരും കടമ്പ എന്ന് പറയുന്നത് പാരിസ്ഥിതിക പ്രശ്നമാണ്. നമ്മളറിയാം, നമ്മളൊരു പരിസ്ഥിതി ലോല പ്രദേശത്താണ് നമ്മുടെ സ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പാരിസ്ഥിതിക അനുമതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പാരിസ്ഥിതിക അനുമതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഹിയറിംഗ് ഒക്കെ നടപ്പുണ്ടായിരുന്നു. ആ ഹിയറിംഗ് എല്ലാം ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്കയും അതുപോലെ തന്നെ പ്രശ്നങ്ങളും എല്ലാം കേൾക്കുന്നതിനായിട്ട് LNT സ്ഥാപനമാണ് ഹിയറിംഗ് നടത്തിയത്. ഇതിൽ രൂപരേഖ മാറ്റണമെന്ന് പോലുമുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വിഴിഞ്ഞം മുതൽ തേക്കട വരെയുള്ള ഭാഗത്ത് നമുക്ക് ഇനി പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. നമുക്ക് ആൾറെഡി തന്നെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കേട്ടത് കേരളത്തിൻ്റെ തന്നെ തലവര മാറ്റുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന് പുനർജീവനം നൽകുന്ന കുറേ കാര്യങ്ങളാണ്. ഈ റോഡുകളെല്ലാം തിരുവനന്തപുരത്തിൻ്റെ നാഡീവ്യൂഹങ്ങളാണ്. ഈ ഒരു നാഡീവ്യൂഹമാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ നാളത്തെ ആ ഒരു വൻ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായി നിൽക്കാനായി പോകുന്നത്. അപ്പോൾ ഇതിനെല്ലാം എല്ലാവിധ സപ്പോർട്ടും ജനങ്ങളായ നമ്മൾക്കും അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികൾ അതുപോലെ മറ്റ് ബ്യൂറോക്രാറ്റ്സ് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രയത്നിച്ച് എത്രയും വേഗം ഒരു പ്രശ്നങ്ങളും കൂടാതെ നമ്മുടെ നാട്ടിലെ പല നമ്മൾ റെഡ് ടാപ്പീസും കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ കുറേ പ്രശ്നങ്ങൾ വരാനായിട്ട് പോകുന്നത്. റോഡ് പണിയാൻ തുടങ്ങുമ്പോഴാണ് അടുത്തിഞ്ഞ് കൊണ്ട് കേസ് കൊടുത്ത് അത് സ്റ്റേ വാങ്ങി അങ്ങനെ കുറേ കാലം നീണ്ടുപോകും. അതൊന്നും വരാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന ഒരു ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ട് ഇന്ന് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ്പ് വാച്ചിങ് ക്രസ് കേരള.